നമ്മൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടതിൽ നമ്മുടെ മർജിയ എന്താണ്? നമ്മൾ എന്തിലേക്കാണ് മടങ്ങേണ്ടത്? എന്തിനാണ് അവലംബിക്കേണ്ടത്? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ നമ്മൾ എന്തിനെയാണ് അവലംബിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന കാര്യം ഖുർആനും സുന്നത്തും തന്നെയാണ്. എന്നുവെച്ചാൽ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകൾ എന്ത് ചെയ്യും? വിശദീകരിക്കും. ചില ഹദീസുകൾ മറ്റു ചില ഹദീസുകളെ വ്യക്തമാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, ഒരു ആയത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം മറ്റുള്ള ആയത്തുകളൊക്കെ നോക്കണം. അതേ വിഷയം ബന്ധപ്പെട്ട മറ്റെല്ലാ ആയത്തുകളും നോക്കണം, മറ്റെല്ലാ ഹദീസുകളും നോക്കണം. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞാണെന്ത്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എന്തർത്ഥം? അള്ളാഹു എല്ലാ തെറ്റുകളും, ജമീഅ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും, എല്ലാ തെറ്റുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, തീർച്ച, ഉറപ്പിച്ചു പറയാം. അപ്പോ അതിന്റെ അർത്ഥം, നേർക്ക് നേരെ അർത്ഥം എന്താ? ഒരു തെറ്റിനും ശിക്ഷ ഉണ്ടാവൂല, എത്ര തെറ്റും ചെയ്യാം, എന്ത് ഹറാമും ചെയ്യാം, എങ്ങനെ നടന്നാലും എന്താ? അള്ളാഹു അതൊക്കെ പുറത്തു തരും, അല്ലെ? അങ്ങനെയല്ല എന്റെ അർത്ഥം. നേർക്ക് നേരെ ഈ ആയത്ത് മാത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇതേ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റ് ആയത്തുകൾ നോക്കണം, മറ്റ് ഹദീസുകൾ നോക്കണം. ഒന്നാമത് ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത് ചെയ്യേണ്ട അതിനെയാണ് എന്ത് പറയാ? ഇസ്തിഖ്റ എന്ന് പറയാം. അതിനെയാണ് ഇസ്തിഖ്റ എന്ന് പറയാം. നിങ്ങളോടിപ്പോ പറയാണ് ഈ വിഷയത്തിലെ എല്ലാ ആയത്തുകളും പരതി കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യാ? എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങളോടിപ്പോ ഞാൻ പറയാണ് ഈ ആയത്തിൽ ഇപ്പൊ ഒന്ന് പോയി മുസാഫ്, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ മുസാഫ്, ഖുറാനിൽ തന്നെ ഇതേ വിഷയത്തിലുള്ള ബാക്കി കുറച്ച് ആയത്തുകൾ, ഒരു 4-5 മതി, ഒന്ന് കണ്ടുപിടിച്ച് വരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? അതാണ് നമ്മൾ ഖുറാനിൽ നമ്മൾക്ക് തോന്നിയ പോലെ പല ആളുകളും പരിഭാഷ വായിച്ചിട്ട് നേർക്ക് നേരെ അർത്ഥം വെക്കുമ്പോൾ അവർക്ക് പറ്റുന്ന അബദ്ധം അതാണ്. അവർ പരിഭാഷ വായിക്കും, അതിലെങ്ങനെയാണോ അർത്ഥം കാണുന്നത് അതിനങ്ങനെ തന്നെ ഒരു വിശ്വാസമായി സ്വീകരിക്കും. അവൻ വിചാരിക്കുന്ന എന്താ? ഞാൻ ഖുർആനെ പിൻപറ്റുന്നു എന്നാ. പക്ഷെ അവൻ ഖുർആനല്ല പിൻപറ്റുന്നത്. ഖുർആനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഒരായത്ത് ഏത് വിഷയത്തിൽ വന്നോ ആ വിഷയത്തിലുള്ള എല്ലാ ആയത്തുകൾക്കും യോജിച്ച അർത്ഥം പിൻപറ്റുമ്പോഴാണ് ഖുർആനെ പിൻപറ്റുന്നവനാവുക. ശ്രദ്ധിക്കണേ. ഇപ്പൊ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഈ ആയത്ത് അങ്ങനെ അത് മാത്രം മനസ്സിലാക്കിയിട്ട്, അല്ലെ, ചിലരിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വെക്കില്ലേ ആയത്തിന്റെ കഷ്ണം, അങ്ങനെ തന്നെ അവന്റെ ജീവിതം മുഴുവൻ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്ത് റബ്ബ് പുറത്തു തരും, അല്ലെ, അള്ളാഹ് കരീം എന്നൊക്കെ പറയാറുണ്ട് ചില ആൾക്കാർ. എന്ത് തെറ്റ് ചെയ്താലും പ്രശ്നമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ ഇതേ വിഷയത്തിൽ വരുന്ന മറ്റായത്തുകൾ നോക്കുക. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത്, ശിർക്ക്, പുറത്തു തരുകയില്ല. അള്ളാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്ന ഒരിക്കലും എന്ത് ചെയ്യില്ല? പുറത്തു തരുകയില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ ഷിർക്ക് ചെയ്ത് ആ ഷിർക്കിൽ നിന്ന് മടങ്ങാതെ, തൗബ ചെയ്യാതെ, അത് അവന്റെ ജീവിതത്തിൽ അവസാനിപ്പിക്കാതെ അങ്ങനെ തന്നെ മരണപ്പെടുകയാണ്, ഷിർക്കിലായി തന്നെ മരണപ്പെടുകയാണ്. അവന് അള്ളാഹു ആ ഷിർക്ക് പുറത്തു കൊടുക്കൂല. എന്ന് വെച്ചാൽ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റും പുറത്തു കൊടുക്കുന്നു പറഞ്ഞതിൽ ഏത് തെറ്റ് പെടൂല? ഷിർക്കും പെടൂല. ഷിർക്കിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്, അതൊന്നും അതിൽ പെടൂല. പിന്നെ എന്താ പെടുക? വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്കിനേക്കാൾ ഗൗരവം കുറഞ്ഞത് വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ, മറ്റുള്ള ഒരുപാട് തിന്മകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുക്കുക. എല്ലാവർക്കും പുറത്തു കൊടുക്കലാണോ ഈ ആയത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ? അല്ല. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. എന്ന് വെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യും? ശിക്ഷിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അതും ഉദാഹരണത്തിന് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ആയത്ത് കിട്ടുമ്പോൾ, ഹദീസ് കിട്ടുമ്പോൾ, ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകളും ഹദീസുകളും ഇതിനൊന്നിനു പോലും എതിരാകാത്ത അർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കാവൂ. ഇതിനൊന്നിനു പോലും എതിരാകാത്ത അർത്ഥമേ നമ്മൾ എന്ത് ചെയ്യാവൂ? മനസ്സിലാക്കാവൂ. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആയത്തിനുമായി ബന്ധപ്പെട്ട മറ്റ് ആയത്തുകൾ ഖുർആനിൽ എവിടെയൊക്കെയാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? ഈ ആയത്തുമായി ബന്ധപ്പെട്ട മറ്റ് ഹദീസുകൾ എവിടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വിഷയാടിസ്ഥാനത്തിൽ ക്രമീകരിച്ച മുസ്ഹഫുകൾ ഉണ്ടോ? കയ്യിലുണ്ടോ? അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ആയത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും അവ്യക്തത തോന്നുകയാണെങ്കിൽ, പരിഭാഷ എടുത്തിട്ട് അതിലെ അർത്ഥം മനസ്സിലാക്കല്ല വേണ്ടത്. പരിഭാഷ ഉപയോഗപ്പെടുത്താം, പക്ഷെ അത് പൂർണ്ണമായും അവലംബിക്കാവതല്ല. മറിച്ച് നമ്മൾ അതിന്റെ അർത്ഥം, ശരിക്കുള്ള മീനിങ്, ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അറിവുള്ളവരോട് ചോദിക്കണം. അത് നിർബന്ധമാണ്. അറിവുള്ളവരോട് ചോദിക്കണം. ആയത്തായിക്കോട്ടെ, ഹദീസ് ആയിക്കോട്ടെ, ഒക്കെ അങ്ങനെ തന്നെയാണ്.